ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു കാര്യമാണ് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലാക്കിയാലേ മറ്റുള്ള ടെൻസുകൾ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കും. ആ ടെൻസുകൾ പറയുമ്പോൾ തോന്നും അതുപോലെ തന്നെയല്ലേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന്. അത് ഈ ഒരു കൺസെപ്റ്റ് വ്യക്തമാകായിട്ടാണ്. അപ്പോൾ ഇത് വ്യക്തമായി പഠിക്കാം. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഒന്ന്, പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ഒന്നും തന്നെ 100% പെർമനൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രക്കാട് ചിന്തിക്കേണ്ട. പെർമനൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഞാൻ ചെയ്യുന്ന ജോലി പെർമനൻ്റ് ആയിരിക്കും. അത് വിചാരിച്ചിട്ട് എപ്പോഴും ആ ജോലി എനിക്ക് ഉണ്ടാവുന്ന യാതൊരു ഉറപ്പുമില്ല. പക്ഷേ അത് പെർമനൻ്റ് ആയിട്ടാണ് നമുക്ക് കണക്കൂട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി ലീവ് ഇൻ കാലിക്കറ്റ്. ഞങ്ങൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. അതൊരു പെർമനൻറ്റ് കാര്യമല്ലേ? നമ്മൾ താൽക്കാലികമായിട്ട് കാലിക്കറ്റിൽ വന്നിട്ട് നിൽക്കല്ല, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, ഐ വർക്ക് അറ്റ് ദ ബാങ്ക്. ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഹീ ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നു. ഇതൊക്കെ എന്താണ്? പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെ സൂചിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നാം പറയുന്ന കാര്യങ്ങളിൽ പലതും പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ? ഞാൻ ഇന്നടുത്താണ് വർക്ക് ചെയ്യുന്നത്, ഇന്നടുത്താണ് താമസിക്കുന്നത്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ എന്താണ്? പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇതൊക്കെ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യട്ടോ. ഈ എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റൂട്ടീൻസിലാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന ഒരു റൂട്ടീൻ ഉണ്ടാകുമല്ലോ, അതിനാണ് നാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഐ വേക്ക് അപ്പ് അറ്റ് 5 AM. ഞാൻ രാവിലെ 5 മണിക്കാണ് എണീക്കാറ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം 5 മണിക്ക് എണീച്ചെന്ന് വെച്ചിട്ട് ഐ വേക്ക് അപ്പ് 5 AM എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ 5 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ നമുക്കെന്ത് പറയാം? ഐ വേക്ക് അപ്പ് അറ്റ് 5 AM. അതുപോലെ, ഹീ ഗോസ് ടു സ്കൂൾ അറ്റ് 9 AM. അവൻ എന്നും രാവിലെ 9 മണിക്കാണ് സ്കൂളിൽ പോകുന്നത്. ഷീ ഗോസ് ടു വർക്ക് അറ്റ് 10 AM. അവളെന്നും 10 മണിക്കാണ് ജോലിക്ക് പോകുന്നത്. ഓക്കെ, ഇനി ഒരു സ്കെഡ്യൂളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ അതെന്താക്കിയിട്ടുണ്ടാവും? വെൽ പ്ലാൻഡ് ആയിരിക്കും. അതായത് അത് ഒരു സമയത്ത് നടക്കുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുന്നതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതായത് നമുക്ക് ഉറപ്പായിരിക്കും ആ ഒരു സമയത്ത് അത് നടക്കുമെന്ന്. ഉറപ്പാണ്. മറ്റ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ അത് ആ സമയത്ത് നടക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ, ദ പ്ലെയിൻ അറൈവ്സ് അറ്റ് 9 tomorrow. നാളെ 9 മണിക്ക് വിമാനം എത്തുന്നതാണ്. ഇത് എന്താണ്? എന്നും നടക്കുന്ന ഒരു സംഭവമാണ്. എന്നും ആ ഒരു സമയത്താണ് പ്ലെയിൻ വരുന്നത്. ആ സമയത്ത് വരുമെന്നുള്ളത് എന്താണ്? ഉറപ്പായ ഒരു കാര്യമാണ്. മറ്റു സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ആ സമയത്ത് എത്തുന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ്? ദ പ്ലെയിൻ അറൈവ്സ്. പ്ലെയിൻ സബ്ജക്റ്റ്, അറൈവ്സ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം, ബേസ് ഫോം. അപ്പോൾ അതെന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ദ പ്ലെയിൻ അറൈവ്സ് അറ്റ് 9 tomorrow. ദ പ്ലെയിൻ എന്നുള്ളത് വിമാനം എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് അറൈവ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ ഉപയോഗിക്കുക? അറൈവ് എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 10. മീറ്റിംഗ് 10 ആരംഭിക്കും. അതെന്താണ്? നമ്മൾ ഉറപ്പിച്ചൊരു കാര്യമാണ്. അറേഞ്ച്ഡ് ആണ്, ആ സമയത്ത് നടക്കുമെന്നുള്ളത്. അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 11. നമ്മുടെ ക്ലാസ് 11 മണിക്ക് തുടങ്ങും. അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 11. ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമാറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. ന്യൂസിലൊക്കെ സാധാരണ കാണുന്നതാണ്. ഇംഗ്ലീഷ് വാർത്തകൾ കേട്ടാൽ മതി, അവർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. കാരണം അത് അറേഞ്ച്ഡ് ആണ്. പ്രൈം മിനിസ്റ്റർ ആ സമയത്ത് വന്നിരിക്കും. ഓക്കെ, ദ പ്ലെയിൻ ലീവ്സ് ഇൻ 10 minutes. 10 മിനിറ്റിനകം പ്ലെയിന് ഇവിടെ നിന്ന് പോകുന്നതാണ്. ദ പ്ലെയിൻ ലീവ്സ് ഇൻ 10 minutes. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ നാം പറയാൻ എന്താണ്? ദ ട്രെയിൻ ലീവ്സ് ദ സ്റ്റേഷൻ ഇൻ 10 minutes. ദ ട്രെയിൻ ലീവ്സ്. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി പറയാനാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഓക്കെ, ഷീ ആൾവേസ് ടേക്ക് ദ ബസ്. അവളെപ്പോഴും ബസ്സാണ് ഉപയോഗിക്കാറ്, ബസ് വഴിയാണ് യാത്ര ചെയ്യാറ് എന്നൊക്കെ പറയാം. ഓക്കെ, അവളെപ്പോഴും. ഹീ നെവർ. അവൻ ഒരിക്കലും ബസ്സിൽ യാത്ര ചെയ്യാറില്ല. ഇറ്റ് യൂഷ്വലി റെയിൻസ് എവറി ഡേ ഇയർ. സാധാരണ ഇവിടെ എന്നും മഴ പെയ്യാറുണ്ട്. ഇവിടെ
എന്താണ് എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നൊക്കെ വാക്കുകൾ കണ്ടില്ലേ. ഈ വാക്കുകളെ ഉപയോഗിക്കുന്നത് നാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെയാണ്. അതിനാണ് ഇംഗ്ലീഷ് ഫ്രീക്വൻസിൻ്റെ വാക്കുകൾ എന്നാണ് ഈ വാക്കുകൾ അറിയപ്പെടുന്നത്. അവയൊക്കെയാണ് നെവർ, റെയർലി, സംടൈംസ്, ഓഫ്റ്റൺ, ആൾവേസ്. ഓക്കെ, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. അതായത് ഹീ നെവർ ടേക്ക് ദ ബസ്, അവൻ ഒരിക്കലും ബസ് ഉപയോഗിക്കാറില്ല, ബസ് വഴി യാത്ര ചെയ്യാറില്ല. നെവർ 0%. റെയർലി അപൂർവമായിട്ട്. ഓക്കെ, റെയർലി എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട്. നമുക്കെന്താ പറയാം, ഇറ്റ് റെയർലി റെയിൻസ് ഹിയർ, ഇവിടെ അപൂർവമായിട്ട് മഴ പെയ്യാറുള്ളൂ. 10 to 20% ചാൻസേ ഉള്ളൂ. ഓക്കെ, സംടൈംസ് ചിലപ്പോൾ, 50-50 ചാൻസാണ്. ഷീ സംടൈംസ് ടേക്ക് ദ ബസ്, അവൾ ചിലപ്പോൾ ബസ്സാണ് ഉപയോഗിക്കാറുള്ളത്. 50-50 ചാൻസ് ഉള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുക സംടൈംസ് എന്നാണ്. ഓഫ്റ്റൺ എന്ന് പറയുന്നത് ചിലപ്പോഴിനെക്കാട്ടിലും കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ്. ഇറ്റ് ഓഫ്റ്റൺ റെയിൻസ് ഹിയർ, ഇവിടെ പലപ്പോഴും മഴ പെയ്യാറുണ്ട്. ഇനി ആൾവേസ്. ആൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. ആൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 100%, അതിന് യാതൊരു മാറ്റമില്ല, എപ്പോഴും. ഇറ്റ് ആൾവേസ് റെയിൻസ് ഹിയർ, ഇവിടെ എപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഷീ ആൾവേസ് ടേക്ക് ദ ബസ്, അവൾ എപ്പോഴും ബസ്സാണ് ഉപയോഗിക്കാറ്, ബസ്സിലാണ് യാത്ര ചെയ്യാറ്. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസിൻ്റെ വാക്കുകൾ. ഇവ നാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു കാര്യം ചിലപ്പോഴാണോ നടക്കുന്നത്, എപ്പോഴും ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അപൂർവമായിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഫാക്ട്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്, സയൻറ്റിഫിക് ഫാക്ട്സ്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ ട്രൂത്ത് പ്രപഞ്ച സത്യങ്ങൾ. സയൻറ്റിഫിക് ഫാക്ട്സ് ശാസ്ത്രീയ സത്യങ്ങൾ. ഇതൊക്കെ പറയാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. എക്സാമ്പിൾ നോക്കാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. അതൊരു സയൻറ്റിഫിക് ഫാക്റ്റാണ് അല്ലേ, യൂണിവേഴ്സൽ ട്രൂത്ത് എന്നും പറയാം. അതെന്താണ്, നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, അത് സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കുള്ളൂ, അതങ്ങനെയാണ് നടക്കുന്നത്, ആ ദിവസവും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താക്കാം, നമുക്ക് പെർമനൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലേ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താക്കാം, ഏകദേശം പെർമനൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതും പെർമനൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ സയൻറ്റിഫിക് ഫാക്ട്സ് ഒക്കെ പറയാൻ എന്താണ് ഉപയോഗിക്കുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, ദ എർത്ത് റിവോൾവ്സ്, എർത്ത് സൂര്യന് ചുറ്റും വലയം ചെയ്യുന്നു അല്ലേ. അടുത്ത് കമൻട്രി. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണുന്നവരായിരിക്കും പലരും അല്ലേ. അതിൽ കമൻട്രി പറയുന്നത് ശ്രദ്ധിച്ചാൽ അത് പലപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും പറയാം. അതങ്ങനെയാണ്, അതങ്ങനെ പറയാറ്. അതുപോലെ തന്നെ നാം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ, നമ്മൾ മറ്റൊരാളെ വിളിച്ച് പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുക. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ, നമ്മൾ കമൻട്രി ചെയ്യുകയാണെങ്കിൽ അവൻ ഓടുന്നു, അവൻ ചാടുന്നു, അവൻ കളിക്കുന്നു, ഇതൊക്കെ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയാം. എക്സാമ്പിൾ, ദ ബൗളർ ത്രോസ് ദ ബോൾ, ദ ബൗളർ ത്രോസ് ദ ബോൾ, പന്തെറിയുന്ന ആൾ പന്തെറിയുന്നു. ഹീ കിക്സ് ദ ബോൾ, അവൻ ബോൾ കിക്ക് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഹീ കിക്സ്, ഹീ സബ്ജക്റ്റ്, കിക്സ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം, ഹീ കിക്സ് ദ ബോൾ. അടുത്തത് ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻസ്. ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻസ്, അതായത് ഷേക്സ്പിയർ പറയുന്നു, ഗാന്ധി പറയുന്നു, നബി പറയുന്നു, മോദി പറയുന്നു. ഇതൊക്കെ എന്താണ്? ഷേക്സ്പിയർ സേസ്. എന്താണ് നിങ്ങൾ പറയൂ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ? ഷേക്സ്പിയർ സബ്ജക്റ്റ്, സേസ് വെർബ് അല്ലേ, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഷേക്സ്പിയർ സേസ്. ഒരു കൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നാം സിമ്പിൾ പ്രസൻറ്റാണ് ഉപയോഗിക്കുക. അതായത് ആ കൊട്ടേഷൻ്റെ ഉള്ളിലുള്ള കാര്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ല കേട്ടോ. അതായത് ഷേക്സ്പിയർ സേസ് വാട്ട് ഈസ് ഇൻ എ നെയിം, ഒരു പേരിൽ എന്തിരിക്കുന്നു, അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ല. എന്ത് വാട്ട് ഈസ് ഇൻ എ നെയിം എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലല്ല പറയുന്നത്, അത് അദ്ദേഹം പറഞ്ഞ കാര്യം കോട്ട് ചെയ്യാണ് അല്ലേ. ഷേക്സ്പിയർ സേസ് എന്നതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളത്. ഓക്കെ, അതുപോലെ ഗാന്ധി സേസ്, മോദി സേസ്, പ്രൈം മിനിസ്റ്റർ സേസ് എക്സെട്ര. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അതുപോലെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്, അതായത് ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈൻസിലൊക്കെ ചിലപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഹെഡ്ലൈനൊക്കെ ചിലപ്പോൾ എന്താകും, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് കാണുക. അത് കണ്ടെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നടക്കുന്ന പ്രവൃത്തിയാണ് എന്ന് വിചാരിക്കേണ്ട, അതൊരു അട്രാക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാവാം. ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. അപ്പോൾ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്, ന്യൂസ് പേപ്പർ ഇനി നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ. എക്സാമ്പിൾ, പീപ്പിൾ വെയിറ്റ് ഇൻ എ ക്യൂ, 4 soldiers die in terrorist attack. 4 soldiers die in a terrorist attack. ഇവിടെ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഓക്കെ, ഒരുപാടെണ്ണം പറഞ്ഞില്ലേ.
അതൊക്കെ സിമ്പിളാണ്, ഒക്കെ ഒരു ഏകദേശം ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതാണ്. പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒക്കെ, എന്താണ് ഏകദേശം എല്ലാം. കമൻട്രിയും ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസും ഒക്കെ എന്തുള്ളൂ സ്വല്പം വ്യത്യസ്തമായിട്ടുള്ളൂ അല്ലേ. ഒന്നുകൂടി ഒന്ന് സമറൈസ് ചെയ്യാം, നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. ഒന്ന് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, റൂട്ടീൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, എന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഷെഡ്യൂൾസ് ഓർ പ്ലാൻഡ് ഓർ അറേഞ്ച്ഡ് ആക്ഷൻസ് അല്ലേ. ഭാവിയിൽ നടക്കാൻ പോകുന്ന നമ്മൾ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത ആ സമയത്ത് നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ ഫ്രീക്വൻസി, ആൾവേസ്, സംടൈംസ്, റെയർലി, ചിലപ്പോൾ, പലപ്പോഴും എന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഫാക്ട്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്, സയൻറ്റിഫിക് ഫാക്ട്സ്, അതായത് ശാസ്ത്രീയ സത്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങളൊക്കെ പറയാനും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇതൊക്കെ ഏകദേശം എന്താണ് പെർമനൻറ്റിൻ്റെ ഒരു ഡെഫിനിഷനിൽ തന്നെ വരുന്നതാണ്. പിന്നെ കമാൻഡറീസ്, ഇപ്പം മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വിളിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻസ്, ഒരു കൊട്ടേഷന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഷേക്സ്പിയർ സേസ്, ഗാന്ധി സേസ് എന്നൊക്കെ പറയാം. ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്, ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈൻസിലും അവർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇവിടങ്ങളിലൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നമ്മൾ പലപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ റൂട്ടീൻസ് പറയാനൊക്കെ ആയിരിക്കും അല്ലേ. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സംസാരത്തിൽ എന്താണ് നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാറ്. അതുപോലെ തന്നെ നമ്മുടെ റൂട്ടീൻസാണ് പറയാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പറയാറ്, അല്ലെങ്കിൽ ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ചാണ് പറയാറ് അല്ലേ. അതൊക്കെ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം.